നമസ്കാരം, മീനു എം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കണേ. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായി ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടാം. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. Pratibha Devi Singh Patil was the first female president of India. Pratibha Patil is an Indian politician and lawyer who served as the 12th President of India from July 2007 to July 2012. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, ഇടതുമുന്നണി എന്നിവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന ഇവർ 2007 ജൂലൈ 25-നാണ് രാഷ്ട്രപതിയായി സ്ഥാനമേറ്റത്. ഒരു അഭിഭാഷകയായ പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിനു മുൻപ് രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ 16ാമത് ഗവർണർ ആയിരുന്നു. രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണറും ആണ് പ്രതിഭ പാട്ടീൽ. 1986 മുതൽ 1988 വരെ രാജ്യസഭ ഉപാധ്യക്ഷയും ആയിരുന്നു. നെക്സ്റ്റ്, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാ ഗാന്ധി. ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഷി വാസ് ദ തേർഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ദിരാ ഗാന്ധി വാസ് ദ ഡോട്ടർ ഓഫ് ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. She served as Prime Minister from January 1966 to March 1977 and again from January 1980 until her assassination in October 1984. 1966-ൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ 5ാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇന്ദിരാഗാന്ധി സ്ഥാനമേറ്റെടുത്തു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശമായ പെരുമാറ്റത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിരാഗാന്ധി. കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിരാഗാന്ധി യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 1977 വരെ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്ന് ശത്രുക്കൾ ആരോപിക്കുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്ക് പാത്രമായി തീർന്ന അവർ 31 ഒക്ടോബർ 1984 സിഖ് വംശജരായ തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിരാഗാന്ധി ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ ഗവർണർ സരോജിനി നായിഡു. Sarojini Naidu was the first woman governor in the Dominion of India. She became a part of the Indian nationalist movement and became a follower of Mahatma Gandhi and his idea of Swaraj. She was appointed as the president of the Indian National Congress in 1925 and later became the governor of the United Provinces in 1947. ഇന്ത്യയുടെ വാനമ്പാടി അഥവാ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു ബാലപ്രതിഭയും സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയും ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവയായിരുന്ന സരോജിനി നായിഡു ദണ്ഡി യാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു. സരോജിനി നായിഡുവിൻ്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ സുജാത കൃപലാനി. സുജാത കൃപലാനി വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ, സെർവിംഗ് ആസ് ദ ഹെഡ് ഓഫ് ദ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഫ്രം 1963 to 1967. ഷീ വാസ് ആൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ. ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമായിരുന്നു സുജാത കൃപലാനി. 1952 ഉത്തർപ്രദേശിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാംഗമായി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ CB ഗുപ്ത 1962 രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുമായി.
Next one, first woman Central Minister Rajkumari Amrit Kaur. Rajkumari Amrit Kaur was appointed as the first Health Minister of India in 1947 and remained in office until 1957. She also held the charge of Sports Minister and Urban Development Minister. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന രാജ്കുമാരി അമൃത് കൗർ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്നു. ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷാനോ ദേവി. ഷാനോ ദേവി വാസ് ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് എ സ്റ്റേറ്റ് അസംബ്ലി ഇൻ ഇന്ത്യ. ഷി വാസ് ദ സ്പീക്കർ ഓഫ് ദ ഹരിയാന ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ പഞ്ചാബ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഷാനോ ദേവി ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഞ്ചാബിൽ നിന്നുള്ള അംഗവുമായിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമസഭയിൽ സ്പീക്കറാകുന്ന ആദ്യ വനിതയാണ് ഇവർ. ഹരിയാന നിയമസഭയുടെ സ്പീക്കറായിരുന്നു. പഞ്ചാബ് നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായും ചുമതല വഹിച്ചു. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് അന്ന ചാണ്ടി. Justice Anna Chandi was the first female High Court judge in India. She was, in fact, one of the first female judges in the British Empire next to Emily Murphy. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് അന്ന ചാണ്ടി. ഒരു ജഡ്ജായി 1937 അന്ന ജില്ലാ കോടതിയിൽ അധികാരമേറ്റത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി എന്നതിനു പുറമെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ ജഡ്ജിയും അന്ന ചാണ്ടിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. 1959 ഹൈക്കോടതിയിൽ അധികാരമേറ്റു. കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിത, മുൻസിഫ് പദവിയിലെത്തിയ ആദ്യത്തെ സ്ത്രീ, കേരളത്തിലെ ആദ്യകാല സ്ത്രീവാദി, അക്കാലത്തെ പേരെടുത്ത ക്രിമിനൽ വക്കീൽ എന്നിങ്ങനെ അറിയപ്പെട്ടു. നെക്സ്റ്റ്, ഫസ്റ്റ് വുമൺ സുപ്രീം കോടതി ജഡ്ജ് ഫാത്തിമ ബീവി. Fatima Bibi was the first female judge to be a part of the Supreme Court of India and the first Muslim woman to be appointed to any of the higher judiciaries in country. On her retirement from the court, she served as a member of the National Human Rights Commission and later as the governor of the Indian state of Tamil Nadu from 1997 to 2001. ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇന്ത്യയുടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ മുസ്ലിം വനിത എന്ന ബഹുമതിയും ഫാത്തിമ ബീവിക്ക് സ്വന്തമാണ്. ഏഷ്യയിൽ തന്നെ രാജ്യങ്ങളിൽ പരമോന്നത കോടതികളിൽ ഒരു ജഡ്ജായിരുന്ന വനിത എന്ന ബഹുമതിയും ഉണ്ട്. സുപ്രീം കോടതിയിലെ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഫാത്തിമ ബീവി മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരംഗമായും കൂടാതെ തമിഴ്നാട് ഗവർണറായും സേവനമനുഷ്ഠിച്ചു. നെക്സ്റ്റ്, ഫസ്റ്റ് വുമൺ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ലീല സേത്ത്. Leela Seth was an Indian judge who served as the first woman judge on the Delhi High Court and became the first woman to become Chief Justice of a state high court. ഇന്ത്യയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിതയാണ് ജസ്റ്റിസ് ലീല സേത്ത്. ഡൽഹി ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്ന ബഹുമതിയും അവർക്കുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഓമന കുഞ്ഞമ്മ വാസ് India's first female magistrate. Omana Kunyamma was born in the village of Tikkurushi. She is the elder sister of Malayalam actor Tikkurushi Sukumaran Nair. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റും കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ IAS ഓഫീസറും ആയിരുന്നു ഓമന കുഞ്ഞമ്മ. ഓമന കുഞ്ഞമ്മ ജനിച്ചത് നാഗർകോവിലിലെ തിക്കുറിശി ഗ്രാമത്തിലാണ്. മലയാള നടനായിരുന്ന തിക്കുറിശി സുകുമാരൻ നായരുടെ മൂത്ത സഹോദരിയാണ്. ഇന്ന് നമ്മൾ പഠിച്ച ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ എന്ന ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.